മോർണിംഗ് പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം എന്ന ആഗ്രഹമുള്ള ദൈവം അല്ലെ, ആഗ്രഹം തന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന ദൈവം അല്ലെ. അവനിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ പ്രോമിസുകളും യെസ് ആൻഡ് ആമേൻ ആണ്. നമ്മളുടെ അനുഗ്രഹം മുഴുവൻ യേശുവിലാണ് അല്ലെ. നമ്മൾ ഹെവൻലി റിലംസിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. സകല സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് കൊണ്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷെ അതെല്ലാം യേശു ക്രിസ്തുവിലാണ്. യേശുവിൻ്റെ പുറത്ത്, യേശു അല്ലാതെ, യേശുവിൻ്റെ ഉള്ളിലല്ലാത്ത വേറെ ഒരു അനുഗ്രഹവുമില്ല. ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും പെർമനന്റ് ആയിട്ടുള്ളതല്ല. ലോകത്തിന്റെ നാഥനായിട്ടുള്ള പിശാച് അല്ലെ, അവൻ അനുഗ്രഹിക്കുമെങ്കിൽ, അവൻ എന്താ പറയുക, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് നമുക്ക് തരുമ്പോൾ നമ്മുടെ സമാധാനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബത്തിന്റെ വിജയം എല്ലാം അല്ലെ, അവൻ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താ പറയണേ, പിശാചിൽ നിന്നുള്ള ഒരു അനുഗ്രഹം, ഈ ലോകത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹവും അത് പെർമനന്റ് ആയിട്ടുള്ളതല്ല. പക്ഷെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അത് എന്നും പെർമനന്റ് ആയിട്ടുള്ളതാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കൂടെ കണ്ണീര് അവൻ ആഡ് ചെയ്യത്തില്ല അല്ലെ. അവനിൽ എല്ലാം നമുക്ക് യെസ് ആൻഡ് ആമേൻ ആണ്. അപ്പൊ ദൈവം നമ്മൾക്ക് ഓരോ പ്രോമിസുകൾ തരുമ്പോൾ ആ പ്രോമിസുകൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സ്വർഗം ദൈവത്തിൽ ഉള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. എന്നാൽ ഭൂമിയുടെ അവകാശം മനുഷ്യർക്കാണ് തന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ഓൾറെഡി ഫ്രീ വില്ല് തന്നിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങേക്ക് ഞാൻ അനുവാദം തരികയാണ് അല്ലെ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ വില്ല് അല്ലെ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഓരോ പ്രോമിസ് ചെയ്ത് തന്നു കഴിയുമ്പോൾ അതിനുവേണ്ടി ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ ടൈമാണ് അല്ലെ, നമ്മൾ ഒരുക്കുന്ന ഒരു സമയമാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡാണ് അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ ഒരുങ്ങണം, പ്രിപ്പറേഷൻ ടൈം വളരെയധികം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രോമിസ് യെസ് ആൻഡ് അമേനാണ് അങ്ങയിൽ. കർത്താവ്, ഞങ്ങൾ അനുഗ്രഹിക്കണം, ആഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവം. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ഗോഡ് മൈറ്റി. ഞങ്ങളെ കർത്താവ് ഒട്ടും വേർത്തി ഇല്ലാത്ത ഞങ്ങളെ കർത്താവ് അങ്ങയുടെ കുഞ്ഞുങ്ങളൊക്കെ മാറ്റിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്തത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ സാക്രിഫൈസിനായിട്ട് നന്ദി പറയുന്നു. യേശു നന്ദി പിതാവേ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് മുത്തിട്ടേ നന്ദി പറയുന്നു. അപ്പൊ ഫാദർ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. പിതാവേ നന്ദി പിതാവേ. മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് യേശു നാമത്തിൽ ആമേൻ. അപ്പോൾ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ മാത്യുവിൻ്റെ 3-ാമത്തെ ചാപ്റ്റർ 9-ാമത്തെ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. പെട്ടെന്നൊന്ന് വാക്കി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് എബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലേ. അപ്പൊ ഇത് ദൈവത്തിന്റെ വചനമാണ്. ബൈബിൾ എന്നുള്ള ദൈവത്തിന്റെ വചനമാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വഴി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മാത്യു അത് എഴുതി നമുക്ക് ഗോസ്പലിന്റെ രൂപത്തിൽ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് അല്ലെ. അപ്പൊ നമുക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി നമുക്കറിയാം. തന്റെ ജീവിതകാലം മൊത്തം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ആളല്ലേ. തന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം കണ്ട ഒരു വ്യക്തി, ഹോളി സ്പിരിറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെ. അപ്പോ അദ്ദേഹം പറയുവാണ്, കല്ലുകളിൽ നിന്ന് വരെ, ഈ കിടക്കുന്ന കല്ലുകളിൽ നിന്ന് തന്നെ എബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കല്ലിൽ നിന്ന് വരെ കുഞ്ഞുങ്ങൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ചുരുക്കം അല്ലെ. അപ്പോൾ നമുക്കറിയാം, യേശു തന്റെ ട്രയംഫൽ എൻട്രി ടൈമിൽ അല്ലെ, ആ കഴുതേന്റെ പുറത്ത് ജെറുസലേമിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരും തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം എന്താ പറയാ, ഹോസാന എന്ന് പറയുക, ആരാധിക്കോ ദൈവത്തെ. അപ്പൊ അവിടെ കൂടുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും പറയുക, ഇവരോട് സൈലന്റ് ആയിരിക്കാൻ പറ. അപ്പൊ യേശു പറയുന്നത്, ഇവര് സൈലന്റ് ആയി കല്ലുകൾ ആർത്ത് വിളിക്കും അല്ലെ. അപ്പൊ കല്ലുകളൊക്കെ എങ്ങനെ വിളിക്കും, ആർത്ത് വിളിക്കും എന്നുള്ളതുമ്പോൾ നമ്മൾക്ക് ഡൗട്ട് വരും. പക്ഷെ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വഴി ഹോളി സ്പിരിറ്റ് ഗോഡാണ് പറയുന്നത്, കല്ലുകളിൽ നിന്ന് ദൈവത്തിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സാധിക്കുക തന്നെ ചെയ്യും അല്ലെ. ഞാനിവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിചാരിച്ചു നോക്കി, എബ്രഹാമിനോട് അല്ലെ, ഞാൻ നിന്നെ ഒരു നേഷൻ ആക്കുമെന്ന് പറഞ്ഞത് എന്താ പറയാ, എബ്രഹാം 75 വയസ്സുള്ളപ്പോഴാണല്ലോ. ജനസീസ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് എവിടെ 12-ാമത്തെ ചാപ്റ്ററിലാണ് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. എബ്രഹാമിന്റെ കഥ അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോ ഒന്ന് വിചാരിച്ചു നോക്കുക, അത് കഴിഞ്ഞ് ജനസീസിന്റെ 21-ാമത്തെ ചാപ്റ്റർ വരെ ആയപ്പോഴേക്കും 21 വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു
25 വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു അല്ലെ. അപ്പൊ 25 വർഷത്തിന് ശേഷമാണ് ഐസക് ജനിക്കുന്നത് അല്ലെ. പ്രോമിസ്ഡ് ആയിട്ടുള്ള സൺ അത്. ഐസക് വഴിയാണ് നേഷൻ ഉണ്ടാകാൻ പോകുന്നുള്ള ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ കുഞ്ഞാണ് ഐസക്. അത് ഐസക് ജനിക്കാൻ വേണ്ടി 25 വർഷം എടുത്തത്. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക എബ്രഹാമിന് കല്ലിൽ നിന്ന് വരെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 75-ാമത്തെ വയസ്സിൽ തന്നെ ദൈവത്തിന് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ സാധിക്കും എബ്രഹാമിന് അല്ലെ. 25 വർഷത്തോളം നോക്കിയിരിക്കേണ്ട യാതൊരു കാര്യവും ദൈവത്തിന് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ദൈവം അങ്ങനെ 25 വർഷം നോക്കി 25 വർഷം എബ്രഹാമിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്തു അല്ലെ. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലെ. അപ്പൊ നമുക്കറിയാം ദൈവം ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളെ കൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾക്ക് നമുക്കെല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോമിസുകളുണ്ട്. പിന്നെ ബൈബിളിൽ ഒരുപാട് വേറെ പ്രോമിസ് നമുക്ക് എല്ലാവർക്കും ജനറൽ ആയിട്ട് ദൈവം തന്നിരിക്കുന്ന പ്രോമിസുകളുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല ഓരോരുത്തർക്കും തരുന്ന പ്രോമിസുകൾ പലതായിരിക്കും അല്ലെ. അപ്പൊ പലർക്കും കുഞ്ഞുങ്ങളില്ലാത്ത ഇരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും എന്ന് ദൈവം പ്രോമിസ് കൊടുത്തിരിക്കുന്നവർ ഉണ്ടായിരിക്കാം അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ വീട് വെക്കാനുള്ള എന്താ പറയാ സാഹചര്യം ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവരോ അവരോട് ഉണ്ടായിരിക്കാം അല്ലെ. ഒരുപാട് പേരോട് ഒരുപാട് തരത്തിലുള്ള പ്രോമിസുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലരോട് മിനിസ്ട്രിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ദൈവം നമ്മളെ ചിലപ്പോഴൊക്കെ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സാധിക്കുന്നു. പക്ഷെ ചിലപ്പോൾ ദൈവം കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന സമയം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷന്റെ സമയമാണ് അല്ലെ. ദൈവം മനുഷ്യരെ പ്രിപ്പയർ ചെയ്യിക്കും അല്ലെ. എന്ന് അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എബ്രഹാമിന്റെ കാര്യം നമ്മൾ എടുക്കുവാണെങ്കിൽ എബ്രഹാമിന്റെ പേര് എബ്രാം എന്നായിരുന്നു അല്ലെ. എക്സോൾട്ടഡ് ഫാദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പേര് അല്ലെ. അതിന്റെ എബ്രാം എന്ന പേരിന്റെ അർത്ഥം എക്സോൾട്ടഡ് ഫാദർ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉയർന്ന പിതാവ് എന്നൊക്കെ ഉള്ളത് മലയാളത്തിലേക്ക് വരുമ്പോ. പക്ഷേ അത് എബ്രഹാം എന്നാക്കി മാറ്റണമായിരുന്നു ദൈവത്തിന് അല്ലെ. എന്ന് പറഞ്ഞാല് രാജ്യങ്ങളുടെ പിതാവ് എന്നുള്ളൊരു പേരിലേക്ക് അത് മാറ്റണമായിരുന്നു. അപ്പൊ അന്നത്തെ കാലമൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ബൈബിളിന്റെ കാര്യമൊക്കെ അതില് ഓരോരുത്തരുടെയും പേരെടുത്ത് നോക്കുമ്പോ പേരിന് അർത്ഥമുള്ള പേരുകളാണ് ഇട്ടുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അബിഗേലിന്റെ ഹസ്ബൻഡിനെ പറ്റി നബാൽ എന്ന് പറയുന്നവന് അതുപോലെ വിക്കഡ് ആയിട്ടുള്ള ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ഫൂൾ എന്നോ അല്ലെങ്കിൽ വിക്കഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ളൊരു അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു പേരാണ് അയാൾക്ക് കൊടുത്തിരുന്നത് അല്ലെ. അതുപോലെ ഓരോരുത്തരുടെയും പേരിന് അർത്ഥമുണ്ടായിരുന്ന പേരുകളാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്നത്തെ വായി തോന്നുന്നെല്ലാം എടുത്ത് പേരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന് വലിയ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മളുടെ ജീസസിന് തന്നെ യേശു എന്നുള്ള പേര് ഗോഡ് ഇസ് സാൽവേഷൻ, ദൈവം രക്ഷയാകുന്നു, അതാണല്ലോ വാക്കിന്റെ അർത്ഥം അല്ലെ. അപ്പൊ അങ്ങനെ ദൈവം കൊടുത്തിരുന്ന പേരുകൾക്ക് അർത്ഥമുള്ളത്. അപ്പൊ എബ്രഹാമിന്റെ പേര് കൊടുത്ത് എന്താന്ന് വെച്ചാൽ ദൈവം മാറ്റി അല്ലെ. ഉയർന്ന പിതാവ് എന്നുള്ളതിൽ നിന്ന് രാജ്യങ്ങളുടെ പിതാവ് എന്നൊക്കെ മാറ്റി. അപ്പൊ രാജ്യങ്ങളുടെ പിതാവ് എന്ന് ആക്കി മാറ്റാൻ ഒരു പീരീഡ് എടുത്ത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാമിനെ ദൈവം പ്രിപ്പയർ ചെയ്തു അല്ലെ. എബ്രഹാമിന്റെ മാറ്റേണ്ട കാര്യങ്ങൾ എബ്രഹാമിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. കൂട്ടിച്ചേർക്കേണ്ട സ്വഭാവങ്ങൾ ദൈവം കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും എബ്രഹാമിന്റെ ജീവിതത്തിലേക്ക്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെ. ഒരുപാട് വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ട് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. ദൈവം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എബ്രഹാം കുലുങ്ങിയപ്പോഴാണ് ഇസ്മായിൽ സംഭവിച്ചത് അല്ലെ. അപ്പോ ദൈവം നമ്മളോട് ഓരോ വാഗ്ദാനം പറയുമ്പോൾ ദൈവം അത് നമ്മളോട് തന്നിരിക്കുന്ന വാഗ്ദത്തം അനുസരിച്ച് അതിന് തീർച്ചയായിട്ടും അതിന്റെ ആ വാഗ്ദത്തത്തിന്റെ എന്താ പറയുക ഗാംഭീര്യം അനുസരിച്ച് അല്ലെ തീർച്ചയായിട്ടും ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ എന്താ പറയണ ഒരു സമയം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാളോട് ദൈവത്തിന്റെ മിനിസ്ട്രി വർക്കിലേക്ക് ആണ് കടക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മിനിസ്ട്രി വർക്കിന്റെ കോളിംഗുള്ള ഒരാൾക്ക് ആളെ ദൈവം പ്രിപ്പയർ ചെയ്യുന്ന ആ സമയമായിരിക്കത്തില്ല. വേറെ ഒരാളൊരു നിനക്ക് ഞാനൊരു കാർ തരാൻ പോവാണ് അല്ലെങ്കിൽ നിനക്ക് ഞാൻ വീട് വെക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ദൈവത്തിന്റെ നമ്മളോട് തന്നിരിക്കുന്ന പ്രോമിസ് അനുസരിച്ച് അതിന്റെ നമ്മുടെ പ്രിപ്പറേഷൻ വ്യത്യാസമായിരിക്കും. എന്നിരുന്നാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യേശുവിനെ പോലെ ആയിത്തീരുക അല്ലെ.
എന്താ റോമക്കെഴുതിയ ലേഖനത്തിന്റെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 29ാമത്തെ വാക്ക് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ഇമേജിനോട് കൺഫേം ചെയ്യുക അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇമേജിലും ലൈക്നെസ്സിലും സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ആഡം ഈവൻ തെറ്റ് ചെയ്തു പോയപ്പോ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെ, നമ്മുടെ ഗ്ലോറി നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് നമ്മൾ യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇന്നർമോസ്റ്റ് ഉള്ളിൽ ഉണ്ടായ ആ പുതിയ വ്യക്തിയല്ല, പഴയത് പോയി പുതിയത് വന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പുതിയതായിട്ട് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളെ സ്പിരിച്വൽ മാൻ, അത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. പിന്നെ തിരിച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും എന്താ പറയുക സാദൃശ്യത്തിലും തന്നെയാണ് ഉള്ളത്. അപ്പൊ നമ്മള് ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കും ഇന്നർമോസ്റ്റ് ബീങ്ങില്. അപ്പം നമ്മള് സ്ട്രോങ് യേശുവിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് എല്ലാ വ്യക്തികൾക്കും ഉള്ള ഒരു കോമൺ കോളിങ്, അല്ല, എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഏതൊരു വിശ്വാസിയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ എല്ലാ വ്യക്തിക്കും ഉള്ളത് യേശുവിന്റെ രൂപസാദൃശ്യത്തിലേക്ക്, യേശുവിന്റെ ഇമേജിലേക്ക് മാറി യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്, അല്ലെ. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ യേശു തിരിച്ചു വരുന്നു എന്നുള്ളതിനെ പറ്റി അല്ലെ, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കാൻ നമ്മളോട് തന്നെ പറയുന്നു. നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് 5ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ നമുക്കറിയാം, ലോകത്തുള്ള ഒരു സമാധാനം പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേഫ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ യേശു, നമ്മുടെ രക്ഷകൻ തിരിച്ചു വരുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് യേശു വരുന്ന ഒരു കള്ളനെ പോലെ രാത്രിയിൽ ആണെങ്കിൽ വരുന്നതെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെ. അതുകൊണ്ട് ദൈവത്തിന്റെ വരവ് നമുക്ക് ഒരിക്കലും സർപ്രൈസ് ആയിട്ട് പോകരുത്, അല്ലെ, പോകത്തില്ല പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ അതിനുവേണ്ടിയുള്ള യേശുവിന്റെ 2ാം വരവിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുള്ള പീരീഡാണിത്, അല്ലെ. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഓരോ വർക്ക് ചെയ്ത് നോക്കുമ്പോഴോ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാല് പ്രിപ്പറേഷന്റെ ടൈം ഉണ്ട്, അല്ലെ. പ്രിപ്പറേഷൻ ഒരു ടൈം ദൈവം നമുക്ക് തന്നിരിക്കും. ഓരോ വ്യക്തികളോടും ദൈവം ഇടപെടുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ഡിഫറെന്റ് ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ട് ദൈവം ഇടപെടുന്ന ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ദൈവം ഓരോ പ്രോമിസുകൾ ദൈവം തരുമ്പോൾ അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കും. ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക തന്നെ ചെയ്യണം. പ്രിപ്പറേഷൻ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ ഉറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെ, ദൈവത്തിൽ വളരുന്നതിന് വേണ്ടി. ഇപ്പൊ നമുക്കൊരു മോസസിന്റെ കാര്യം എടുക്കുമ്പോൾ 40 വർഷം എടുത്ത ദൈവം, അല്ലെ, 40 വർഷം എടുത്താണ് മോസസ് എന്നുള്ള വ്യക്തിനെ ഒന്ന് അഴിച്ചു പണിത് ഇസ്രായേലിനെ എന്താ പറയുക ലീഡ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു കരുത്തനായ ഒരു നേതാവാക്കി മാറ്റി 40 വർഷം എടുത്തു, അല്ലെ. അപ്പൊ ഉള്ളിൻ്റെ ഉള്ള സകല കാര്യങ്ങളും മാറ്റിയിട്ട് മോസസിനെ എംപ്റ്റി ആക്കിയിട്ടുണ്ടായിരിക്കും ആ 40 വർഷക്കാലം, അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ ഒന്ന് വിചാരിച്ചു വെക്കുക ജോഷുവിന്റെ കാര്യം. ജോഷുവാക്ക് പോലും അപ്പൊ മോസസിന് മനസ്സിലായില്ല മോസസിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ജോഷുവയ്ക്ക് മനസ്സിലായില്ല. ജോഷുവ വിചാരിച്ച് കനാനിലേക്ക് എന്താ പറയുക ഇസ്രായേലിനെ കൊണ്ടുപോകുന്ന മോസസ് ആയിരിക്കുമല്ലോ, അല്ലെ, എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ജോഷുവയ്ക്ക് തീർച്ചയായിട്ടും ഒരു അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെ, ജോഷുവാണ് കനാനിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോകുന്നുള്ളു. അപ്പൊ അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ജോഷു എപ്പോഴും ദൈവമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ദൈവം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നില്ല, അതറിയത്തില്ല. പക്ഷെ എന്നാലും ആ 40 വർഷക്കാലം മോസസിന്റെ കൂടെ നടന്നു, മോസസിന്റെ കയ്യാളായിട്ട് നടന്നു, മോസസിനൊപ്പം തന്നെ, അല്ലെ, കൂടെ കൂടി മോസസ് ടെന്റിൽ നിന്ന് എന്താ പറയുക പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് പിന്നെ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അല്ലെ. ജോഷുവയും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു, അല്ലെ. ദൈവം ജോഷുവിനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു, അല്ലെ, മോസസ് കഴിഞ്ഞുള്ള ലീഡറാക്കി വരുത്തുന്നതിന് വേണ്ടി. അപ്പൊ അവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റും അവർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു, അല്ലെ. ഇത്രയും എന്താ പറയുക വഴക്കാളികളായിട്ടുള്ള ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് മോസസിനെ ദൈവം ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അതേ അടുത്ത ജനറേഷനായി, എന്നാലും അതുപോലുള്ള ഓൾമോസ്റ്റ് അതുപോലെ തന്നെയുള്ള ആൾക്കാരെയും കൊണ്ട് എന്താ പറയുക കനാനിലേക്ക് കയറാനാണ് ദൈവം ജോഷുവിനോട് പറഞ്ഞത്, അല്ലെ. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ടൈം ഒരുപാടാണ്. നമ്മുടെ യേശു 30 വർഷം എടുത്തു, അല്ലെ.
30 വർഷം കൊണ്ടാണ് ദൈവം പ്രിപ്പയർ ചെയ്തെടുത്തത് അല്ലെ. അപ്പൊ ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ട് അവിടെ, പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. എബ്രഹാമിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം, എബ്രായക്കെഴുത്ത് ലേഖനത്തിന്റെ 11-ാമത്തെ ചാപ്റ്റർ 12-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എബ്രഹാം മരിച്ചതിന് തുല്യമായിരുന്നല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് മരണപ്രായനായിരുന്നു അല്ലെ ഐസക് ഉണ്ടാകുന്ന സമയത്ത്. ഒന്ന് വിചാരിച്ചു നോക്കി, 75-ാമത്തെ വയസ്സില് 75-ാമത്തെ വയസ്സ് പിന്നെയും ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. 100 കഴിയുമ്പോഴേക്കും ആ ചാൻസേ ഇല്ല അല്ലെ. അപ്പോ ദൈവം എബ്രഹാമിനെ പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്താ പറയണേ, ദൈവത്തിന്റെ ഒരു വലിയൊരു പദ്ധതി തന്നെ ദൈവം നടത്തുകയായിരുന്നു അവിടെ ചെയ്തത് അല്ലെ. അത് ഇസ്രായേലിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള പദ്ധതി അത് തന്നെ. പക്ഷെ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് അല്ലെ, എല്ലാം തീർന്നു എന്ന് ഓർത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും തീർന്നിട്ടില്ല, ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അല്ലെ, അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെയാണ് ചെയ്തത് അല്ലെ. എബ്രഹാമിന്റെ കാര്യത്തില് 100-ാമത്തെ വയസ്സിൽ കുഞ്ഞുങ്ങൾ ജനിച്ചെങ്കിൽ അല്ലെ, അപ്പോ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പിന്നെയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് ദൈവം കാണിക്കും. ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല എന്ന് ദൈവം കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നേരത്തെ കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോ, കല്ലിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതിനും ദൈവത്തെ കൊണ്ട് സാധിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ലാസറസ് 4 ദിവസം മരിച്ച് അഴുകിയിരുന്ന വ്യക്തിയെയാണ് ദൈവം എന്താ പറയുന്നത് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടു. അതിനും ദൈവത്തെ കൊണ്ട് സാധിക്കും അല്ലെ. നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്കൊരു പ്രിപ്പറേഷൻ പീരീഡ് ദൈവം തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തില് എവിടെയെങ്കിലും നമുക്ക് ഒരുപാട് സമയങ്ങള് ദൈവം നമ്മളോട് കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്ന് പറഞ്ഞു വെച്ചാല് ഒരു പ്രോമിസ് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, ഒരു വാഗ്ദാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അത് ഇത്രയും നാളായിട്ട് നടന്നിട്ടില്ല എങ്കിൽ അല്ലെ, ഒരു പക്ഷെ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും, വർഷങ്ങളായിട്ടും അത് നടക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുവേണ്ടി. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ ഉറപ്പിക്കുകയാണ്, ദൈവത്തിൽ നമ്മളെ വളർത്തുകയാണല്ലേ, വിശ്വാസത്തിൽ നിൽക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവസാനം ഇപ്പൊ എബ്രാഹിമിന്റെ കാര്യം എടുക്കുക, 100-ാമത്തെ വയസ്സായപ്പോഴേക്കും എബ്രാഹിമിന് മനസ്സിലല്ലേ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല ഇത് അല്ലെ. നമ്മള് ഇപ്പൊ ദൈവം പറഞ്ഞ വാഗ്ദാനം പറയുന്ന ഒരു സമയത്ത് ദൈവം പെട്ടെന്ന് അങ്ങോട്ട് നടത്തി തരുവാണ്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആണെങ്കിലും കുറച്ചൊക്കെ ഒരു വിചാരം വരുമായിരിക്കുമല്ലോ, ഓ ഞാൻ ചിലപ്പം ആണെങ്കിൽ പോലല്ലേ എന്നെ കൊണ്ട് ഞാനും കൂടെ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷമായിരിക്കുമല്ലോ അല്ലെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തതിനൊക്കെ ശേഷമായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ നടന്നു. പക്ഷെ കുറെ അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ സകല കഴിവും എല്ലാം അങ്ങ് തീർന്നു കഴിയുമ്പോൾ പിന്നെ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പം ദൈവത്തിന് സകല മഹത്വം നമ്മൾ ദൈവത്തിന് തന്നെ കൊടുക്കും അല്ലെ. 75-ാമത്തെ വയസ്സില് എന്താ പറയുക, എബ്രഹാം ചിന്തിക്കുക എനിക്ക് കുഞ്ഞുങ്ങൾ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കും. 100 വയസ്സാകുമ്പോ അതിനൊരു ചാൻസും ഇല്ല അല്ലെ. അപ്പൊ സകല മഹത്വം ദൈവത്തിന് തന്നെ പോകും അല്ലെ. സകല മഹത്വം ദൈവത്തിന് കിട്ടണം അല്ലെ. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ. ദൈവം ഇങ്ങനെ ജലസ് ആയിട്ടുള്ള ദൈവമായതുകൊണ്ടൊന്നും അല്ല. പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലെ, നമ്മൾക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, പിന്നെ എന്തിനാണ് നമുക്ക് മഹിമ കിട്ടുന്നത് അല്ലെ. അപ്പോ നമ്മള് ഇപ്പൊ നമുക്കെല്ലാവർക്കും ഒരു പ്രിപ്പറേഷൻ പീരീഡ് മിക്കവാറും തന്നെ ദൈവം പല കാര്യത്തിലും തരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളതിനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും അല്ലെ. അപ്പൊ എന്താ പറയുക, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് പ്രാർത്ഥിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ആ വാഗ്ദത്തത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുക അല്ലെ, നമ്മളെ തന്നെ ഒരുക്കുക അല്ലെ. പിന്നെ വചനത്തിൽ ഉറയ്ക്കുക അല്ലെ, ദൈവത്തിന്റെ വചനത്തിൽ ഉറയ്ക്കുക, ദൈവത്തിന്റെ വാക്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തിൽ ഉറയ്ക്കുക, ഒരുപാട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോ നമ്മൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറഞ്ഞ, അപ്പൊ അതൊരു വിശ്വാസം കൊണ്ട് നമ്മൾ മുമ്പോട്ട് എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഞാൻ തരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ജോലിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കും അല്ലെ. ഏത് തരത്തിൽ ബിസിനസ് ആണ്, അപ്പൊ എന്താ പറയാ, അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ജോലിക്കുള്ളതാണെങ്കിൽ ഇപ്പൊ നഴ്സിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, എക്സാമിനുള്ള പ്രിപ്പയർ ചെയ്യുക അല്ലെ. അങ്ങനെ അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യൂ അല്ലെ. അപ്പൊ വീട് വെക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നെങ്കിൽ നല്ലൊരു വീട് വെക്കുന്നതിന് എത്രമാത്രം തുകയുണ്ടാകും, ഏതാണ് നല്ല മെറ്റീരിയൽ എന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെയുള്ള വീടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് തന്നെ എന്താ പറയാ മനസ്സിലാക്കി വെക്കുക അല്ലെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ദൈവം പെട്ടെന്ന്
പ്രവർത്തിക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ വാഗ്ദാനം ദൈവം നിവർത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദൈവം ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ എക്സാം നിങ്ങൾ എക്സാമിന് ജയിക്കും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടും എന്ന് പറയുമ്പോൾ, തരുമെന്നുള്ള പറയുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി ജോലിക്ക് വേണ്ടി പഠിച്ചില്ല എങ്കിൽ ദൈവം പിന്നെ എങ്ങനെ നമ്മൾ എക്സാം ജയിപ്പിക്കാൻ പറ്റും? നമ്മള് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും അല്ലെ. അപ്പൊ പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ദൈവത്തിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ വളരുക. അതിന്റെ ഒപ്പം തന്നെ ദൈവം നമ്മളോട് തന്നിരിക്കുന്ന വാഗ്ദാനത്തില് ഉറച്ചു നിന്നുകൊണ്ട് അതിനാവശ്യമുള്ള അടുത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ചെയ്യുക അല്ലെ. പഠിക്കേണ്ട കാര്യം പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഏത് കാര്യത്തിലാണോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുക അല്ലെ. പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ ദൈവത്തിന് എന്താ പറയുക, ദൈവം ഏത് സമയത്ത് വേണേലും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കും അല്ലെ. ഇനി ഒരു പീരീഡിൽ പോലും എന്താ പറയുക, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക. വാക്ക് പറഞ്ഞ മാറാത്തവനാണ്. പക്ഷെ അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഒരു എബ്രഹാം ചെയ്തതുപോലെ എവിടെയെങ്കിലും വെച്ച് ഒന്ന് എന്താ പറയുക, മനസ്സ് ചഞ്ചലപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ അല്ലെ, ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് സ്ട്രെങ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ എന്താ പറയുക, സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് നമ്മുടെ പിതാവാണ് അല്ലെ. നീ ഇങ്ങനെ വിശ്വസിച്ചില്ല, ഇത്രയധികം സ്ട്രോങ് ആയിരുന്നു നിന്റെ വിശ്വാസം, നിനക്ക് വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ് എന്ന് പറയുന്ന വ്യക്തിയല്ല നമ്മുടെ ദൈവം അല്ലെ. നമ്മൾക്ക് എവിടെയെങ്കിലും വെച്ച് വിശ്വാസത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഡൗട്ട് ദൈവത്തിൽ നിന്നുള്ളതല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കാർണൽ നേച്ചറിന്റെ ജഡത്തിന്റെ സ്വഭാവമാണത്, അല്ലെങ്കിൽ മിക്കവാറും തന്നെ പിശാച് കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറയും, ദൈവമേ എനിക്കൊന്ന് എന്നെ ഒന്ന് സ്ട്രെങ്ത് ചെയ്യണം, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണം അല്ലെ. എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന വാഗ്ദാനത്തില് എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം, എനിക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ ദൈവം, നമ്മുടെ പിതാവാണ് അല്ലെ. നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവാണ്, സ്വന്തം മകനെ നമുക്ക് തന്നതാണ് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ സ്ട്രെങ്ത് ചെയ്യാതിരിക്കുമോ? നമ്മളെ എന്താ പറയുക, പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന വ്യക്തിയല്ലല്ലോ നമ്മുടെ ദൈവം അല്ലെ. അപ്പോ എവിടെയെങ്കിലും ഒരു ഉലച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വിശ്വസിക്കാൻ എന്താ പറയുക, ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ തോന്നുന്നില്ല എങ്കിൽ അല്ലെ, എന്താ പറയുക, തന്നിരിക്കുന്ന വാഗ്ദാനത്തിൽ അല്ലെ, ചിലപ്പം അങ്ങനെയൊക്കെ വരാം അല്ല, മനുഷ്യരാണല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് വന്നിട്ട് എന്നെ സ്ട്രെങ്ത് ചെയ്യൂ എന്ന് അപേക്ഷിക്കും. അപ്പൊ ദൈവം നമ്മളെ സ്ട്രെങ്ത് ചെയ്തതിനെ തരും. അപ്പൊ ഈ പ്രിപ്പറേഷൻ ടൈം അത് കാത്തിരുന്ന് മടുത്തു പോകാതെ ആ സമയം അല്ലെ, ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരുക്കുന്ന ആ പീരീഡില് നമ്മൾ മനസ്സ് മടുത്തു പോകാതെ ആ സമയത്ത് അല്ലെ, എന്താ പറയുക, ഈ പീരീഡ് എത്ര ദിവസം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടില്ല. ചിലപ്പോ ഒരു വർഷത്തിൽ നടന്നേക്കും, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 10 വർഷമായിരിക്കും, ചിലപ്പോൾ 20 വർഷമായിരിക്കാം. ആ സമയത്ത് ദൈവത്തിൽ വളരുക നമ്മൾ അല്ലെ. അപ്പോ ദൈവത്തില് ഉറയ്ക്കുക. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം ഈ ഫുൾ പിക്ചറിന്റെ അല്ലെ, നമ്മളെ ദൈവം ആക്കിയെടുക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കുക എന്നുള്ള ഫുൾ പിക്ചറിന്റെ ഒരു 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 ഭാഗം മാത്രമേ ആവുന്നുള്ളൂ അല്ലെ. നമ്മളുടെ കുടുംബത്തിലെ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ്, അതെല്ലാം നമ്മൾക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നതിന്റെ ഒരു 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 ഇച്ചിരിയേ ആവുന്നുള്ളൂ. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം കരുതിയിരിക്കുന്നതിന്റെ ഒരു കുറച്ച് പാട്ട് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ ദിവസത്തെ നമ്മളെ പ്രേയർ, ഓരോ ദിവസത്തെ നമ്മുടെ ബൈബിൾ വായന, നമ്മളുടെ ദൈവത്തിലുള്ള വളർച്ച, അതെല്ലാം കൂടെ കൂടിയാണ് എല്ലാത്തിന്റെ ആകത്തുകയാണ് അല്ലെ. നമ്മൾ കടന്നു പോകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മളെ മോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അല്ലെ. ദൈവത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതെല്ലാം നമ്മൾ മോൾഡ് ചെയ്ത് യേശുക്രിസ്തുവിനെ പോലെ ആകും. അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു മൊത്തം പിക്ചർ എന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ നമ്മളായി തീരുവെന്നുള്ളത് അല്ലെ. അപ്പൊ അതിനു വേണ്ടി അല്ലെ, നമ്മൾക്ക് അന്നേരത്തിന്റെ പ്രോമിസ്, ഏത് പ്രോമിസ് ആണോ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളരുക ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ ബൈബിൾ വായിക്കും, നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ഈ പ്രോമിസ് കിട്ടുന്നതിന് വേണ്ടി തന്നെയല്ല അല്ലെ. പ്രോമിസ് ദൈവം തരും, പക്ഷെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളെ പറ്റിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആയിത്തീരുക അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് കൂടുതൽ ഒട്ടു നിൽക്കും അല്ലെ. ദൈവം പ്രോമിസ് വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ ദൈവം അത് നടപ്പാക്കുന്നവൻ
അല്ലെ? അപ്പോ ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ പ്രോമിസിന് വേണ്ടി മാത്രമായിരിക്കാതിരിക്കട്ടെ നമ്മളിങ്ങനെ ദൈവത്തിനോട് ഇരിക്കുന്നത്. പകരം യേശുവിനെ പോലെ ആകുന്നതിന് വേണ്ടി, യേശുവിന്റെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നതിന് വേണ്ടി, അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന ഗ്രേറ്റ് കമാൻഡ്മെന്റ് ആണ് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക. നമുക്കുള്ളതെല്ലാം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ബലം കൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ തീരുമാനവും അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മൾ ജീവിക്കുന്നു, അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ്, വാഗ്ദത്തം അത് നടപ്പാക്കുക തന്നെ ചെയ്യും, അല്ലെ? അപ്പോ ഇതായിരിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക, അതായിരിക്കട്ടെ ഏറ്റവും വലിയൊരു നമ്മളുടെ എന്താ പറയണേ ലക്ഷ്യം എന്നുള്ളത്, അല്ലെ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം തന്നിരിക്കുന്ന പ്രോമിസ് അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും വരുക തന്നെ ചെയ്യും. കാരണം വാക്ക് മാറാത്തവനാണ്. വാക്ക് മാറാൻ ദൈവത്തെ കൊണ്ട് സാധിക്കത്തില്ല, അല്ലെ? ദൈവം കള്ളം പറയത്തില്ല. ഏതെങ്കിലും കാര്യം ദൈവത്തിന് ലോകത്ത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് കള്ളം പറയൂ എന്നുള്ളത്. ദൈവം കള്ളം പറയത്തില്ല, അല്ലെ? മനുഷ്യര് തലങ്ങും വിലങ്ങും കള്ളം പറയും. പിശാച് അതേ അവനെ അതൊക്കൊണ്ട് അറിയത്തുള്ളൂ. പക്ഷെ യേശുക്രിസ്തു ഒരിക്കൽ പോലും കള്ളം പറയത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യും. ഞാൻ എന്നെയും പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്തിനാണ് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങനെ പോലും ഒരു ദൈവമില്ല. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് തന്നിരിക്കുന്ന സകല വാഗ്ദത്തവും കർത്താവ് അത് യെസ് ആൻഡ് ആമേനാണ്. അങ്കില് കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിക്കും കർത്താവ്. ഞങ്ങൾ ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ഫാദർ, അങ്ങിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കർത്താവെ, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് കർത്താവ് യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് ആകട്ടെ കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ. താങ്ക് യു ഗോഡ് മൈറ്റി. താങ്ക് യു ജീസസ് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കുന്ന കേട്ടൻ തന്നെ ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ.